അവിടുന്ന് ആ $10 അങ്ങനെ സമ്പാദിച്ചിട്ടാണ് പുള്ളി US പുതിയ കോഴ്സിന് ചേർന്ന് അങ്ങനെയാണ് സിലിക്കൺ വാലിയിൽ സ്വന്തമായി കമ്പനി തുടങ്ങുന്നത്. അപ്പോൾ ജോഷുവ പറയുന്നത് ഈസ്റ്റർ ദിവസങ്ങളിൽ ക്രിസ്മസ് ഈസ്റ്റർ റോക്കറ്റുകളില്ലേ, ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ റോക്കറ്റുകൾ ഉണ്ടാക്കിയിട്ട് ചെറിയ പടക്കം പോലത്തെ സാധനം നമ്മൾ കണ്ടില്ലേ, കത്തിച്ചിട്ട് ഇങ്ങനെ പൊങ്ങി പോകുന്ന കണ്ടില്ലേ, നമ്മൾ നാട്ടുമ്പുറത്തൊക്കെ ഉള്ള പടക്കം. ഈ സാധനം ഈ റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് ആ റോക്കറ്റ് സ്വയം ഉണ്ടാക്കിയിട്ട് അത് വിറ്റ് കാശ് വാങ്ങി അതുകൊണ്ട് തൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്ന 5 വയസ്സ് മുതൽ 10 വയസ്സിന് ഇടയിലുള്ള ഈ ഇലോൺ മസ്കിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അപ്പൊ അന്ന് ഈ പുള്ളിയുടെ പരിപാടി ഇതാണ്, ഈ റോക്കറ്റ് കത്തിച്ചു വിട്ടിട്ട് രണ്ടുപേരോട് ചേട്ടനും കൂടെ ഈ പരിപാടി. അങ്ങനെ അവിടെ തുടങ്ങിയിട്ട് ഈ സ്ഥാപനം തുടങ്ങി ഇലോൺ മസ്ക് അവിടെ ചെറുതായി തുടങ്ങിയ അദ്ദേഹത്തിന്റെ പല കമ്പനികളും പതുക്കെ 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 വളർന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന സ്പേസ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വിശ്വോത്തരമായ കമ്പനി ആയി മാറിയത്. ഈ സ്പേസ് എക്സിൽ വർക്ക് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് തനിക്കൊരു സ്വകാര്യ കമ്പനി റോക്കറ്റ് വിടുന്ന ലോകത്തിലെ ആദ്യത്തെ കമ്പനിയായിട്ട് തനിക്ക് മാറണം എന്ന് മസ്ക് ചിന്തിക്കുമ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.